മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരം. ഇടറോഡുകളിലൂടെ ചെറുവാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടാണ് കുരുക്ക് ഒഴിവാക്കിയത്. തകർന്ന റോഡിൽ തടിലോറി മറിഞ്ഞതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. തകർന്ന റോഡ് നന്നാക്കിയിട്ട് മതി ടോൾ പിരിവ് എന്ന വിമർശനത്തോടെയാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് ഹൈക്കോടതി നിർത്തലാക്കിയത്. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും റോഡ് ഗതാഗതയോഗ്യമാക്കിയിട്ടില്ല. ഇന്നലെ രാത്രി മുരിങ്ങൂരിൽ തടിലോറി മറിഞ്ഞതോടെ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായി. അത് എത്രയും പെട്ടെന്ന് ട്രെയിൻ ഉപയോഗിച്ച് മാറ്റിയിരുന്നു. എങ്കിലും കൂടുതലും ഹെവി വെഹിക്കിൾസ് ആയിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ ഇത്. അതുപോലെ റോഡിൽ ധാരാളം കുഴികളുണ്ട്. ആ മെയിൻ എൻട്രൻസിൽ ഒരു വലിയ കുഴിയുണ്ട്. അത് അവരോട് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്നയിടങ്ങളിലും തകർന്ന സർവീസ് റോഡുകളിലും മണിക്കൂറുകൾ വാഹനങ്ങൾ കാത്തുകിടന്നു. ഫുഡും കഴിച്ചിട്ടില്ല, വെള്ളമിരിപ്പില്ല. എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയാലേ നമുക്ക് വല്ല കഴിക്കാൻ പറ്റും. 2 മണിക്കൂറേ കിടക്കണേ, ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. പാലക്കാട് തന്നെയാണ് വെളുപ്പിന് 4 മണി. അശാന്ത പരിശ്രമത്തിനൊടുവിൽ പോലീസ് പകരം സംവിധാനമൊരുക്കി. കൊടകര, പോട്ട, മുരിങ്ങൂർ എന്നിവിടങ്ങളിൽ നിന്ന് ചെറിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഇതോടെ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. ഇപ്പൊ ശകലം കുറവുണ്ട്. അപ്പുറം കൊടകര പോലീസുകാർ തിരിച്ചു വിടുന്നുണ്ട്. കൊടകര പാലത്തിന്റെ താഴ്ചകടെയാണ് ചെറുവണ്ടികളൊക്കെ വിടുന്നത്. അത് കാരണം വലിയ കുഴപ്പമില്ല. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കൊണ്ടാണ് ഈ ബ്ലോക്ക് ഉണ്ടാവുന്നത്. ആംബുലൻസിൽ എത്തിയ രോഗികൾക്ക് വരാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ ഇന്ന് ആദ്യത്തെ സർവീസ് നടത്തുന്ന ഈ ബസ് ഉണ്ടാക്കിയത് കേവലം താൽക്കാലിക സംവിധാനം മാത്രമാണ്. സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തുകയും പ്രധാന റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്തില്ലെങ്കിൽ ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചാലക്കുടിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ സഞ്ജു പറ്റമലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.